number പറയുകയാണെങ്കിൽ അത് try ചെയ്യാം. അതല്ലെങ്കിൽ order ൽ അങ്ങ് പോവാം. Question number 34. Consider a drop of rainwater having mass 1 gram falling from height of 1 kilometer. It hits the ground with a speed of 50 meters per second. Take G constant with a value of 10 meters per second square. The work done by the gravitational force, the resistive force of the air is. So, a drop of rain of water having mass 1 gram falling from a height of 1 kilometer. So, a drop of water 1 gram on the mass falling from a height of 1 kilometer. 1 kilometer height it hits the ground with a speed of 50 meters. So, the ground in the speed it speed of 50 meters per second. Okay, the work done by gravitational force and the resistive force of the air. So, check ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന ഒരു ഐഡിയ ഇവിടെ it's falling due to the force of gravity. So, ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കാരണമാണ് താഴേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഹൈറ്റിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമുക്കത് mgh ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് 1 gram. സോ ദിസ് ഇസ് 1 × 10⁻³ g നമുക്ക് 10 എന്ന് എടുക്കാം. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യെസ്. ഇനി ആർക്കെങ്കിലും 1 കിലോമീറ്റർ ഹൈറ്റിൽ ഗ്രാവിറ്റേഷനിൽ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഉണ്ട്. ബട്ട് ഇവിടെ 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ഹൈറ്റ് ആണ്. സോ ആ കാണുന്ന ഹൈറ്റ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ is 10⁻³ So this is equal to 10 joule. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 10 joule ആണ്. ആ കാണുന്ന ലിക്വിഡ് ഡ്രോപ്പിന്റെ വാട്ടർ ഡ്രോപ്പിന്റെ ആ ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി 10 joule ആണ്. ഇനി വാട്ട് ഈസ് കൈനറ്റിക് എനർജി? അത് ഫൈനലി ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ഇനീഷ്യലി വെലോസിറ്റി 0 ആണ്. ഫൈനലി അത് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 50 meters per second ആണ്. സോ ദിസ് ഇസ് ഹാഫ് mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ half mv² substitute ചെയ്ത് കഴിഞ്ഞാൽ this is half into mass 1 gram, that is 10⁻³ into 50 ആണ് final velocity square. So this is equal to 10⁻³ into 2500 by 2, that is 2.5 by 2, that is 1.25. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ആൻസേഴ്സ്. അതായത് ആ കാണുന്ന ലിക്വിഡ് ഡ്രോപ്പ് ഹൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 10 joule ആയിരുന്നു. അത് താഴെ എത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 1.25 joule ആണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസർവേഷൻ ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി, അതായത് ഇനീഷ്യൽ ടോട്ടൽ എനർജിയും ഫൈനൽ ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈക്വൽ ആയിരുന്നു. അങ്ങനെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറ. കണ്ടീഷൻ ഫോർ കൺസർവേഷൻ ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി, ഇനീഷ്യൽ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നോ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ മൊമെന്റം കൺസേർവ് ചെയ്യുന്നതാണ്. യെസ് രോഹിത് ആകാശ് ആൻസർ പറയുന്നുണ്ട്. സോ കണ്ടീഷൻ ഫോർ കൺസർവേഷൻ ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് ദ വർക്ക് ഈസ് ഡൺ ഓൺലി ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാവിറ്റി മാത്രമായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എങ്കിൽ ആ കാണുന്ന ഇനീഷ്യലി അതിനുള്ള പൊട്ടൻഷ്യൽ എനർജി 10 joule, ഫൈനലി അതിന്റെ കൈനറ്റിക് എനർജിയും 10 joule ആവണമായിരുന്നു. പക്ഷേ 10 joule കൈനറ്റിക് എനർജി ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി മുഴുവനായിട്ട് കൈനറ്റിക് ആയി മാറാതിരുന്നത്? അതിന് കാരണം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമ്മുടെ മനസ്സിലാവും. അങ്ങനെ താഴെ എത്തുമ്പോൾ അതിന് ആ കാണുന്ന കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നില്ല. കാരണം എന്താണ്? അതിന് കാരണം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കും. യെസ്, ഒബ്വിയസ്ലി അതിന് കാരണം എയർ റെസിസ്റ്റൻസ് ആണ്. സോ ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ച സംഭവം ദ വർക്ക് ഡൺ ബൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്.
അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക്, ആ വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? അതായത് ഒരു ഒബ്ജക്റ്റിനെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യാൻ പോകുന്ന വർക്കിനെയാണ് നമ്മൾ ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ എന്ത് വിളിച്ചിരുന്നത്? ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി, ആ എനർജി നമുക്ക് കിട്ടും. നമ്മൾ ബാങ്കിലിട്ട പോലെയാണെന്നൊക്കെ പറഞ്ഞില്ലായിരുന്ന? സോ ഗ്രാവിറ്റി ചെയ്യാൻ പോകുന്ന വർക്കാണ് ആക്ച്വലി ഈ കാണുന്ന സാധനം. ഏത്? ഈ കാണുന്ന സാധനം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോ ആ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ബേസിക്കലി എത്രയാണ്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയും പറയാം. പൊട്ടൻഷ്യൽ എനർജിയിലെ ചേഞ്ച് ഫൈനലി 0 ആണ്, ഇനീഷ്യലി 10 ജൂൾ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 ജൂൾ. അതാണ് ആ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് 10 ജൂൾ. പക്ഷേ ഗ്രാവിറ്റി 10 ജൂൾ വർക്ക് ചെയ്തിട്ടും ഫൈനലി കൈനറ്റിക് എനർജി ആയിട്ട് ആ 10 ജൂൾ കാണുന്നില്ല. കാരണം എന്താ? നെറ്റ് വർക്ക് ഡൺ, ഇങ്ങനെ എഴുതാം, നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഉണ്ട്, വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയിലെ ഫൈനൽ വാല്യൂ 1.25 മൈനസ് ഇനീഷ്യൽ വാല്യൂ 0. സോ ഇവിടുന്ന് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി 10 ജൂൾ ആണ്, പ്ലസ് വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ് is equal to 1.25. So അവിടെ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ ബൈ എയർ റെസിസ്റ്റൻസ് is equal to 1.25 minus 10, that is minus 8.75 ജൂൾ. അതായത് ഗ്രാവിറ്റി ചെയ്ത 10 ജൂൾ വർക്കിൽ 8.75 ജൂൾ വർക്കും അല്ലെങ്കിൽ എനർജിയും ആര് നഷ്ടപ്പെടുത്തി? എയർ റെസിസ്റ്റൻസ് നഷ്ടപ്പെടുത്തി. ഫ്രിക്ഷൻ പോലെയാണ് എയർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ അതോടുകൂടി അത്രയും എനർജി കഴിഞ്ഞ് ബാക്കി വെറും 1.25 മാത്രമേ എന്തായിട്ട് കാണുള്ളൂ? കൈനറ്റിക് എനർജി ആയിട്ട് കാണുള്ളൂ. റെഡിയാണോ? സോ ഏതാ ആൻസർ? ഓപ്ഷൻ ഏതാ? നോക്കിയിട്ട് പറ, വേഗം പറ. ഏതാ ആൻസർ? ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുണ്ടോ? യെസ്, എക്സാക്ട്ലി. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. NCERT-ലുള്ള പല ക്വസ്റ്റ്യൻസും എൻട്രൻസിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈവൻ മാത്സിലൊക്കെ ഉള്ള മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻട്രൻസിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിലെ പല എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ എൻട്രൻസ് എക്സാമിന് ചോദിച്ചുള്ളതാണ്. തിരിച്ചും എൻട്രൻസ് എക്സാമിലെ ചോദിച്ച ക്വസ്റ്റ്യൻസ് പലതും എക്സാമ്പിൾസ് ആയിട്ട് NCERT എക്സാമ്പിൾസിലും എക്സസൈസിലൊക്കെ കിടപ്പുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 35. Question number 35. Two similar springs, P and Q, have spring constants Kp and Kq such that Kp greater than Kq. Information out indicated. They are stretched first by same amount then by the same force. The work done by the springs Wp and Wq are related as in case A and case B respectively. So ഒരേപോലെയുള്ള സ്പ്രിങ്ങുകളാണ്. ഒരേപോലെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. They are stretched first by the same amount, then by the same force. Okay, second case by the same force. The work done by the springs. So work done by spring in the equation and when a spring is stretched by a length x, then work done by the spring is equal to, avonu parnja ivda cheriyoru problem undavan chance undu. Work done by spring in the equation, nammal oru k spring constant ulla spring ine ഒരു എക്സ് ഡിസ്റ്റൻസ് ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള അതിലുള്ള പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഓർ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. പക്ഷെ വർക്ക് ഡൺ ബൈ സ്പ്രിങ്
മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. പറഞ്ഞുകൊണ്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിന്റെ നെഗറ്റീവ് ആണ് സ്പ്രിങ്. അതായത് സ്പ്രിങ്ങിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിങ് ഫോഴ്സ് ശ്രദ്ധിക്കും, സ്പ്രിങ്ങിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇങ്ങോട്ടും സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഇങ്ങോട്ടുമാണ്. ഫോഴ്സ് ബൈ സ്പ്രിങ്, ഡിസ്പ്ലേസ്മെന്റ് റൈറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ വർക്ക് ഡൺ ബൈ സ്പ്രിങ്? വർക്ക് ഡൺ ബൈ സ്പ്രിങ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് വരെ. സോ ചിലപ്പോൾ അത് മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റി ഒക്കെ തിരിഞ്ഞു വരും. സോ അപ്പോ നിങ്ങൾ കീഴിൽ കൊടുത്തിട്ടുള്ള ആൻസർ ചിലപ്പോൾ മാഗ്നിറ്റ്യൂഡിന്റെ ആൻസർ ആവാൻ ചാൻസ് ഉണ്ട്. എനിവേ നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോയിന്റ് അവർ കൺസിഡർ ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് കേസ്, കേസ് എ. Case A, they are stretched first by the same amount. So, work done in case of P is equal to minus half Kp x square. Work done by Q is minus half Kq x square. Obviously, ഇതിൽ Kp greater than Kq ആണ്. പക്ഷെ നമ്പർ എമൗണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ കാണുന്നതിൽ കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാണുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് അപ്പുറം സെയിം ആണ്, ഹാഫ് സെയിം ആണ്. എന്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ? കെ പിയിലാണ്, കെ പി കെ ക്യൂലാണ് ഡിഫറൻസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ആരാണ് വലുത്? കെ പി ആണ് വലുത്. പക്ഷേ കെ പി ആണ് വലുതെങ്കിലും ഇവിടെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് കിടപ്പുള്ളതുകൊണ്ട് മൈനസ് വരും. സോ അതുകൊണ്ട് ഈ കാണുന്ന വർക്ക് ഡൺ ബൈ പി നെഗറ്റീവ് ആയിരിക്കും. അതായത് വർക്ക് ഡൺ ബൈ പി ഈസ് ലെസ് ദാൻ വർക്ക് ഡൺ ബൈ ക്യൂ. നമ്മൾ എന്ത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ആ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ചോദിച്ചുള്ള ചോദ്യം അങ്ങനെയാണ്, വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ്സ് എന്നാണ് പറഞ്ഞത്. ദർ ഈസ് എ പോസിബിലിറ്റി നേരെ തിരിച്ച്, നേരെ ഉൾട്ട വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ നേരെ തിരിച്ചാണ് വരിക. ഓക്കെ, സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അവിടെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കേസ് ബി, ബൈ ദ സെയിം ഫോഴ്സ്, ബൈ ദ സെയിം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്. അങ്ങനെ ഫോഴ്സ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കെ പി ഇൻറ്റു എക്സ് പി. അതായത് ഫസ്റ്റ് സ്പ്രിങ്ങിലുള്ള ഇലോങ്ങേഷൻ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തെ സ്പ്രിങ്ങിൽ ഉണ്ടാവുക. സോ കെ പി ഇൻറ്റു എക്സ് പി ഇസ് ഈക്വൽ ടു കെ ക്യൂ ഇൻറ്റു എക്സ് ക്യൂ. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് വർക്ക് ഡൺ ബൈ പി ഇസ് ഈക്വൽ ടു ഫോർമുല ഹാഫ് കെ പി എക്സ് പി സ്ക്വയർ ആണ്. നെഗറ്റീവ് ഉണ്ട്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഹാഫ് കെ പി എക്സ് പിക്ക് പകരം ഈ കാണുന്ന ഫോഴ്സിനെ എഫ് എന്ന് എടുക്കാം. എക്സ് പി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പി എന്നുള്ളതിന് പകരം എഫ് ബൈ കെ പി എന്ന് കൊടുക്കാം, സ്ക്വയർ. സോ വർക്ക് ഡൺ ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് എഫ് സ്ക്വയർ ബൈ കെ പി. സിമിലർലി വർക്ക് ഡൺ ബൈ ക്യൂ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഹാഫ് എഫ് സ്ക്വയർ ബൈ കെ ക്യൂ. ഓബിയസ്ലി കെ പി ആണ് വലുത്, കെ പി ആണ് വലുത്, കെ ക്യൂ ചെറുതാണ്. ആ കെ പി ഡിനോമിനേറ്ററിലാണുള്ളത്. സോ അതുകൊണ്ട് ഈ കാണുന്ന ഡബ്ല്യു പി ആണ് മാഗ്നിറ്റ്യൂഡ് വൈസ് ചെറുത്, പക്ഷേ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഡബ്ല്യു പി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ക്യൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ ഫസ്റ്റ് കേസിൽ ഡബ്ല്യു പി ലെസ് ദാൻ ഡബ്ല്യു ക്യൂ, സെക്കൻഡ് കേസിൽ ഡബ്ല്യു പി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ക്യൂ. ഓപ്ഷൻ സി ആണോ ആൻസർ എന്ന് നോക്കിയേ. ഓപ്ഷൻ സി ആണോ ആൻസർ? 35 അല്ല, 35 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ അതിന് കാരണം നമുക്ക് ഇതിന്റെ ഒക്കെ മാഗ്നിറ്റ്യൂഡ്സ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ പ്ലസ് ആയിട്ട് മാറും. ഡബ്ല്യു ക്യൂന്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ്. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ഇനീക്വാലിറ്റി തിരിഞ്ഞു വരും. ഈ കാണുന്ന ഇനീക്വാലിറ്റി തിരിച്ച് കൺസിഡർ ചെയ്യണം. ഡബ്ല്യു പി ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ക്യൂ. ആൻഡ് ഇവിടെ അതുപോലെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസ് വരും, ഇവിടെയും പ്ലസ് വരും. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ഇനീക്വാലിറ്റി
അതായത് WP കേസിൽ KP ആണ് വലുത്, KP ഡിനോമിനേറ്റർ ആയതുകൊണ്ട് WP will be less than WQ. So first കേസിൽ WP greater than WQ, second കേസിൽ WP less than WQ. So the answer is option B. So ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യന്റെ പ്രോബ്ലം ആണ്. അതായത് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് നെഗറ്റീവ് ആണ്. നമ്മൾ അതിനെ ഇലോങ്ങേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് നെഗറ്റീവ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ H ഹൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. H ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി നെഗറ്റീവ് ആണ്. സിമിലർലി ഒരു സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് നെഗറ്റീവ് ആണ്. ഇവിടെ അവർ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ ആൻസർ വന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. ആ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? യെസ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമാണ്. ഓക്കെ, അടുത്തതിലേക്ക് 36 ചെയ്തിട്ട് വേണം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. 36. An engine pumped water continuously through a hose. Water leaves the hose with a velocity v, and m is the mass per unit of the water. What is the rate at which kinetic energy is imparted to water? An engine pumps water continuously through a hose. Water leaves the hose with a velocity v. അതായത് ഒരു എൻജിൻ ഒരു പൈപ്പിലേക്ക് വാട്ടർ പമ്പ് ചെയ്യുന്നുണ്ട്. ആ വാട്ടർ ലീവ് ചെയ്യുന്നു. വാട്ടർ ലീവ് ദ ഹോസ് വിത്ത് വെലോസിറ്റി v. ഈ വെലോസിറ്റിയിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. m is the mass per unit. m is the mass per unit length. What is the rate at which kinetic energy is imparted? So ഇവിടുന്ന് ലിക്വിഡ് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി ആണ് ഈ v എന്ന് പറയുന്നത്. സോ അതിന്റെ കൈനറ്റിക് എനർജി ഇമ്പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ കൈനറ്റിക് എനർജി ബൈ ടൈം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് മാസ് അല്ല m എന്ന് തന്നിട്ടുള്ളത് കേട്ടോ. m എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ദിസ് ഇസ് ഹാഫ് m v square divided by time. ഇനി ആ ടൈമിന്റെ കാര്യത്തില് ഒരു ടി ടൈമിൽ ഇപ്പൊ നോക്കിയേ, അവിടെ ശ്രദ്ധിക്ക്, ഒരു ടി ടൈമിൽ ഇതാ ഇതിൽ നിന്ന് ലിക്വിഡ് പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പൈപ്പിൽ നിന്ന് ലിക്വിഡ് പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. സോ അപ്പൊ ഒരു ടി ടൈമില് ഇത്രയും ഭാഗത്തെ ലിക്വിഡ് ഇത്രയും ഭാഗത്തെ ലിക്വിഡ് പുറത്തു വരും എന്ന് വിചാരിക്കും. ടി ടൈമില് L ലെങ്തിലുള്ള ലിക്വിഡ് പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ അത് പുറത്തേക്ക് എത്താൻ എടുക്കുന്ന ടൈം ആണല്ലോ ടി. അത്രയും ഭാഗത്തെ ലിക്വിഡ് പുറത്തേക്ക് എത്താൻ എടുക്കുന്ന ടൈം ആണ് ടി. വെലോസിറ്റി v ആണ്. therefore you can write t is equal to L by v. ഓക്കെ, ഒന്നുകൂടെ ഈ കാണുന്ന ലിക്വിഡ് കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അതിൽ ടി ടൈം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ടി ടൈമില് L ലെങ്തിലുള്ള ലിക്വിഡ്, ഒരു പെർട്ടിക്കുലർ ടി ടൈമില് L ലെങ്തിലുള്ള ലിക്വിഡ് ഇത്രയും ഭാഗമാണ് L. ആ L ലെങ്തിലുള്ള ലിക്വിഡ് മൊത്തത്തിൽ പുറത്തേക്ക് വരും. ഓക്കെ, സോ അങ്ങനെ പുറത്തേക്ക് വരുന്നുവെങ്കിൽ ആ ടൈം എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി v ആണ്. അതുകൊണ്ട് ടൈം എന്നുള്ളതിന് നമുക്ക് L by v എന്നെടുക്കാം. സോ അതോടുകൂടി this is half mass v square divided by L by v. That is half mass v മുകളിൽ വരും v cube താഴെ L. What is mass by L? അതാണ് mass per unit length എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള m. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള m മാസ് അല്ല. So this is half m v cube. Half m v cube. So അതാണ് റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇമ്പാർട്ടഡ് ടു ദ വാട്ടർ. ഓക്കെ, ക്ലിയർ ആണോ? സോ അവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ വേണം. ആ ടി എന്ന് പറയുന്നത് നമ്മളൊരു എത്രയാണ് ടി എന്ന് അറിയാത്തതുകൊണ്ട് ആ ടി ടൈമിൽ L ലെങ്തിലുള്ള
ഉള്ള ലിക്വിഡ് പുറത്ത് വരും. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് L by V ആണ്. ഓക്കെ, നെക്സ്റ്റ് 37. Body of mass 1 kg is thrown upward with a velocity 20 meters. It momentarily comes to rest after attaining a height of 18 meters. How much energy is lost due to air friction? ഇത് നേരത്തെ പറയുന്ന അതേ സംഭവം തന്നെയാണ്. മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് മാസ് 1 kg ഇൻറ്റു വെലോസിറ്റി 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400/2 200 ജൂൾ. അതേസമയം അത് മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh അഥവാ മാസ് 1 ഇൻറ്റു ഗ്രാവിറ്റി g10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, 10 ഇൻറ്റു ഹൈറ്റ് 18. ഹൈറ്റ് 18 ദിസ് ഈസ് ഈക്വൽ ടു 180 എന്ന് പറഞ്ഞാൽ താഴ്ന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്ക് കൈനറ്റിക് എനർജി 200 ഉണ്ടായിരുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറണം. പക്ഷേ 180 ജൂൾ മാത്രമേ പൊട്ടൻഷ്യൽ ഉള്ളൂ. ബാക്കി അവിടെ പോയി ലോസ് എത്രയാ? 20 ജൂൾ. ഇതെന്താണ്? എന്തുകൊണ്ട് ലോസ് ആയി? ചെയ്തു? ഈ കാണുന്ന 20 ജൂൾ എന്ന് പറയുന്ന എനർജി എന്തുകൊണ്ട് ലൂസ് ചെയ്തു? Because of air resistance. This will be the work done, അല്ലെങ്കിൽ work done by air will be എന്ന് പറയുന്നത് will be -20 joule. ഈ കാണുന്ന എയർ ചെയ്യുന്ന വർക്ക് ആ കാണുന്ന എനർജി ലൂസ് ചെയ്യാൻ കാരണമാകുന്നു. ഓക്കെ, so the answer is ഇവിടുത്തെ കേസിൽ how much energy is lost due to air friction? Answer is 20 joule. Next one, question number 38. Particle of mass m1 is moving with a velocity v1. Another particle of mass m2 is moving with velocity v2. Both of them have the same momentum, but their different kinetic energies are e1 and e2 respectively. If m1 is greater than m2, then compare e1. Energies are comparing. So, particle mass m1 velocity v1. m2 velocity v2. രണ്ടിനും എന്താണ് സെയിം എന്ന് പറഞ്ഞുള്ളത്? both of them have same momentum and different kinetic energies. So രണ്ടിനും സെയിം മൊമെന്റ് ആണ്. m1 v1 എന്ന് പറയുന്നത് നമുക്ക് p എന്ന് എടുക്കാം. അതേപോലെ m2 v2 എന്ന് പറയുന്നത് p ആണ്. സോ അതിന്റെ കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആണ്. ലെറ്റ്സ് സേ e1 ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിന്റെ ഫോർമുല നമുക്കറിയാം. മൊമെന്റത്തിന്റെ ടേംസിൽ ഈസ് p സ്ക്വയർ ബൈ 2m1. E2 is equal to p square by 2m2. So ഇവിടെ momentum രണ്ടിനും സെയിം ആയതുകൊണ്ട് energy is proportional to 1 by n. So mass ആർക്കാ കൂടുതൽ? m1 greater than m2. m1 greater than m2 implies e1 less than e2. മാസ് കൂടുതലുള്ള ആൾക്ക് കൈനറ്റിക് എനർജി കുറവായിരിക്കും. ഈ ഏത് കേസിൽ മൊമെന്റം സെയിം ആണെങ്കിൽ. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മൊമെന്റം p സ്ക്വയർ ബൈ 2m എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. Number 39. A ball of mass 2 kg and another of mass 4 kg are dropped together from a 60 feet tall building. After a fall of 30 feet each towards earth, their respective kinetic energies will be in the ratio of. Okay. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ചെയ്യാത്ത ആൾക്കാർ. Ball of mass 2 kg, another of 4 kg are dropped from a 60 feet tall building. 60 feet ആണെന്ന് വിചാരിച്ചത്. അവിടുന്ന് നമ്മൾ 2 ബോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 2 kg ബോൾ ഉണ്ട്, അതേപോലെ കുറച്ചുകൊണ്ട് മാസീവ് ആയിട്ടുള്ള 4 kg ബോൾ ഉണ്ട്. അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ, എത്ര ലെവല്? ആഫ്റ്റർ എ ഫോൾ ഓഫ് 30 feet each towards earth. So 30 feet എന്ന് പറയുന്ന ലെവൽ ഇതാണെന്ന് വിചാരിച്ചു. Their respective kinetic energies will be in the ratio.
അതിൽ ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ? രണ്ടിനും ഇനീഷ്യൽ വെലോസിറ്റി 0. ഇതിന്റെ വെലോസിറ്റി v1, ഇതിന്റെ വെലോസിറ്റി v2. ഏതാ വലുത്, v1 ആണോ v2 ആണോ? അതാദ്യം പറഞ്ഞു. ഏതാ വലുത്, v1 ആണോ v2 ആണോ? നന്നായിട്ട് ശ്രദ്ധിച്ച ആൻസർ പറയാട്ടാ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പറ്റിക്കലാണ് ഉദ്ദേശം. ഓക്കെ, എടാ വി എന്ന് പറയുന്നതിന്റെ ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് 2gh അല്ലേ? എത്രയാണോ h ഹൈറ്റിലേക്ക് താഴേക്ക് വീണത് അതിനനുസരിച്ചാണ് വെലോസിറ്റി. ഈ കാണുന്ന രണ്ട് ഒബ്ജക്റ്റും താഴേക്ക് വരുന്നത് ഒരേപോലെ ഉണ്ടാവും. ഓക്കെ, സെയിം വിത്തൗട്ട് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസ് നമ്മൾ തൽക്കാലം കൺസിഡർ കറക്റ്റ് ആണ്, നീരജ് പറഞ്ഞ കറക്റ്റ് ആണ്. എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. തൽക്കാലം നമ്മൾ എയർ റെസിസ്റ്റൻസ് സംഭവങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല, ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ v1 v2 ഈക്വൽ ആണ്. ഓക്കെ, v1 v2 ഈക്വൽ ആണ്. രണ്ടിനും ഒരേ ആക്സിലറേഷൻ ആണ്, രണ്ടിനും ഒരേ വെലോസിറ്റി ആണ്, രണ്ടിനും ഒരേ മാസ് ആണോ? അല്ല. രണ്ടിനും ഒരേ ഫോഴ്സ് ആണോ? ഫോഴ്സും അല്ല. ഫോഴ്സും ഡിഫറെന്റ് ആണ്. mg ആണ് ഫോഴ്സ്, m വ്യത്യാസം ഉണ്ടാകും, ഫോഴ്സ് വ്യത്യാസം. സോ സിംപ്ലി രണ്ടിന്റെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. സോ കൈനറ്റിക് എനർജി ഓഫ് 1 ബൈ കൈനറ്റിക് എനർജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി ഹാഫ് m1 v സ്ക്വയർ താഴെ ഹാഫ് m2 v സ്ക്വയർ. കൈനറ്റിക് എനർജിന്റെ റേഷ്യോ എന്തിന്റെ ടേംസിൽ വരും? ഹാഫും v സ്ക്വയർ ക്യാൻസൽ ആവും, m1 ബൈ m2. സോ മാസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2. 2 ഉം 4 ആണ്. സോ ദ ആൻസർ ഈസ് 1:2. ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ കാണുന്ന രണ്ടും കവർ ചെയ്ത ഹൈറ്റ് സെയിം ആണ്. സ്വാഭാവികമായിട്ടും ഈ കാണുന്ന mgh എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ് എന്തായിട്ട് മാറിയത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. സോ ജിയും സെയിം ആണ്, എച്ചും സെയിം ആണ്. പക്ഷെ m കൂടുതൽ ഉണ്ടായിരിക്കും. 4 kgക്ക് മാസ് ഡബിൾ ആണ്. അതായത് 2 kg 4 kg ആണ് മാസ്. സോ മാസ് ഡബിൾ ആണ്. അപ്പൊ കൂടുതൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറിക്കാണും. ആർക്ക്? 4 kgക്ക്. സോ ദ റേഷ്യോ വിൽ ബി 1:2. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, v1 v2 എന്നൊക്കെ ആൻസർ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ സംഭവം മനസ്സിലായിട്ടുണ്ടോ? നോക്ക്, ഇതിനും സെയിം വെലോസിറ്റി ആവും കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ മനസ്സിലായടാ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, സോ യെസ്, ക്വസ്റ്റ്യൻ നമ്പർ നെക്സ്റ്റ് ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 30, ക്വസ്റ്റ്യൻ നമ്പർ 40. Yes, question number 40. When a long spring is stretched by 2 cm, its potential energy is U. If the spring is stretched by 10 cm, the potential energy stored in it will be. So U is equal to half K into 2 cm square. And I convert ചെയ്യാനൊന്നും പോകുന്നില്ല. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള what will be its potential energy when it is stretched by 10 cm. Obviously U dash എന്ന് പറയുന്നത് half K into 10 cm the whole square. ഇതിനെ half K 5 into 2 cm എന്ന് എഴുതി കഴിഞ്ഞാൽ this is equal to half K 5 into square 25, 2 cm square ഞാൻ അങ്ങനെ തന്നെ നിർത്തി. So this is 25 times half K 2 cm square. ഈ half K 2 cm square എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ U. So this is equal to 25U. 25U. ഓക്കെ, നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് 2 സെന്റിമീറ്റർ ആണ്. ആ 2 സെന്റിമീറ്റർ നമ്മൾ 10 സെന്റിമീറ്റർ ആക്കി ഉയർത്തി എന്ന് പറഞ്ഞാൽ 5 ടൈംസ് ആക്കി. 5 ടൈംസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി ആ കാണുന്ന half K x square അല്ലേ? So when x becomes 5x, energy becomes U becomes 25U.
Okay, 2 centimeter 10 centimeter ആക്കി റൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ എനർജി U ഉള്ളത് 25 U ആയിട്ട് മാറും. Question number 41. A car of mass m starts from rest and accelerates so that the instantaneous power delivered to the car has a constant magnitude P0. Starts from rest. That means initial velocity is 0. പിന്നെ പറഞ്ഞുള്ളത് accelerates so that the instantaneous power delivered to the car has a constant magnitude P0. Instantaneous power constant. The instantaneous velocity of the car is proportional to. നമുക്ക് വേണ്ടത് instantaneous velocity of the car, V of t, is or proportionality. It is proportional to answers options in terms of time. So, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പവറിന്റെ equation, power is equal to one dimensional motion ആണെന്ന് force dot velocity അല്ലെങ്കിൽ FV. So FV is equal to P0. P0 constant ആണ്. Now, what is F? That is mass into acceleration into V is equal to P0. ഇനി acceleration എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. So acceleration is equal to dv by dt. So our relation ഞാൻ ഇവിടെ substitute ചെയ്തു കഴിഞ്ഞാൽ m dv by dt into v is equal to P0. So therefore v dv is equal to the differential equation ആണ് ഞാൻ variable separable apply ചെയ്യുന്നത്. V dv is equal to P0 by m into dt. So എന്ത് കിട്ടും? സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ V dv ന്റെ ഇന്റഗ്രൽ v സ്ക്വയർ by 2 is equal to അപ്പുറത്ത് P0 by m കോൺസ്റ്റന്റ് ആണ്, dt യുടെ ഇന്റഗ്രൽ t plus c ഉണ്ടാവും. ഇനി initial velocity when t is equal to 0, v is equal to u, that is also equal to 0. That means അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ കിട്ടും. എന്ത്? c എന്താണ്? 0. അതായത് ടൈമും വെലോസിറ്റിയും 0 ആണെങ്കിൽ obviously c യും 0 ആയിരിക്കും. So basically v square by 2 is equal to P0 t by m. എന്താ വേണ്ടത്? നമുക്ക് v ആണ് വേണ്ടത്. So v is equal to ആ 2 റൈറ്റ് സൈഡിലേക്ക് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 P0 t by m, or v is proportional to root t. ഏതാ ഓപ്ഷൻ? Option? Yes, option B. അടുത്തത് question number 42. Number 42. A body is projected vertically from the earth, reaches a height equal to Earth's radius before returning to the earth. The power exerted by the gravitational force is greatest. Okay, question number 42 answer എന്താ? Body is projected vertically from the earth, reaches a height equal to Earth's radius. ഈ ഹൈ വെലോസിറ്റിയിലാണ് എർത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. എർത്തിന്റെ റേഡിയസിന്റെ അത്രയും ഹൈറ്റിൽ എത്തിയിട്ടാണ് അത് തിരിച്ചു വരുന്നത്. ഓക്കെ, ചോദ്യം the power exerted by the gravitational force is greatest. Power and equation F dot V. സ്വാഭാവികമായിട്ടും എപ്പോഴാണ് പവർ ഗ്രേറ്റസ്റ്റ് ആവുക? അവിടെ തന്നുള്ള ഓരോ ഓപ്ഷൻസ് നോക്കി അറ്റ് ഹയസ്റ്റ് പോയിന്റ് പൊസിഷൻ ഓഫ് ദ ബോഡി, ഹയസ്റ്റ് പൊസിഷനിൽ വെലോസിറ്റി 0 അല്ലേ എന്ന് പറഞ്ഞാൽ പവർ എന്താണ്? പവർ 0.
ഇനി അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോഴായിരിക്കണം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഓരോ ഓപ്ഷൻസ് നോക്കി. At the instant just before the body hits the earth, it remains constant all through. അതിന്റെ വാല്യൂ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആവുമോ? പവർ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആവുമോ? പവർ ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആവില്ല ഒബ്വിയസ്ലി, കാരണം വെലോസിറ്റി മാറി 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 വരുന്നുണ്ട്. വെലോസിറ്റി മാത്രമല്ല, ആക്ച്വലി ഗ്രാവിറ്റേഷന്റെ കേസിൽ ഇപ്പോൾ എർത്തിന്റെ റേഡിയസ് ഹൈറ്റിലേക്കൊക്കെ റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറി മാറി വരും. സോ എഫും മാറുന്നുണ്ട്, വിയും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്, ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അപ്പൊ പിന്നെ പവർ ഈസ് മാക്സിമം when both F and V are maximum. പവർ മാക്സിമം ആവണമെങ്കിൽ ഫോഴ്സും വെലോസിറ്റി മാക്സിമം ആവും. സോ ഒബ്വിയസ്ലി ഫോഴ്സ് എവിടെയാണ് മാക്സിമം? ഫോഴ്സ് എർത്തിന്റെ സർഫസിലാണ് മാക്സിമം. ആൻഡ് വെലോസിറ്റി എവിടെയാണ് മാക്സിമം? വെലോസിറ്റി എർത്തിന്റെ സർഫസിലാണ് മാക്സിമം. അപ്പൊ ഇനി രണ്ട് ചോയ്സസ് ഉണ്ട് എർത്തിന്റെ സർഫസിൽ. അത് രണ്ട് ഇൻസ്റ്റൻസിലുണ്ട്. ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ, മറ്റൊന്ന് താഴേക്ക് വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയും ഡിയും ഉണ്ട്. At the instant just before the body hits the earth, at the instant just after the body is projected. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണോ ഡി ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണോ ഡി ആണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണോ ഡി ആണോ? യെസ്. എന്തുകൊണ്ട്? ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ബി തന്നെയാണ് ആൻസർ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഡിയുടെ കേസിൽ പവർ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് വി വരും, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡിയുടെ കേസിൽ പവർ ഈസ് ഈക്വൽ ടു എഫ് വി വരും, കാരണം അത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഗ്രാവിറ്റി താഴേക്കാണ്, വെലോസിറ്റി താഴേക്കാണ്. ഇപ്പോ തിരിച്ചു വരുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി താഴേക്കും വെലോസിറ്റി മുകളിലേക്കുമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കി ആൻസർ പറയേണ്ട ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 43. Number 43. An engine pumps water through a hose pipe. Water passes through the pipe and leaves it with a velocity 2 meters per second. The mass per unit length of water in the pipe is 100 kg per meter. What's the power of the engine? What's the power of the engine? ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? യെസ്, 36. 36ഉം 43ഉം ഒരേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണോ? 36ഉം 43ഉം ഒരുപോലെയാണോ? ഓർ ഈസ് ദർ എനി ഡിഫറൻസ്? ും 43ഉം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തോന്നുന്നുണ്ടോ? Is there any difference or is it the same? (43) and 36. Is there any difference? തന്നുള്ള ഇൻഫർമേഷൻസ് വെലോസിറ്റി 2 meter per second. 2 meter per second സ്പീഡിലാണ് ആ കാണുന്ന വാട്ടർ പൈപ്പിൽ നിന്ന് പുറത്തു പോകുന്നത്. The mass per unit length m by L is equal to 100 kg per meter. 100 kg per meter. So what is the power of the engine? Power of the engine. The engine the power ആണ് question. Okay, question number 36ഉം 43ഉം പവർ ആണ്, എഞ്ചിന്റെ പവർ ആണെന്ന് ചോദിച്ചത്. മറ്റേ കൈനറ്റിക് എനർജിയുടെ റേറ്റ്. സോ ബേസിക്കലി അതും ഡയമെൻഷനലി പവർ തന്നെയാണ്, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ അതെന്താന്നുള്ളത് പറയാം.
അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ എങ്കിൽ ആ എൻജിൻ ഇവിടുന്ന് വാട്ടർ കളക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു പൈപ്പിലൂടെ പമ്പ് ചെയ്യുന്നു പുറത്തേക്ക്. സ്വാഭാവികമായിട്ടും ഇവിടെ വാട്ടറിന്റെ വെലോസിറ്റി 0 ആണ്, ഇവിടെ വെലോസിറ്റി v ആണ്. ഓക്കെ, സോ എൻജിന്റെ പവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ദിസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് ആ കാണുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി ഈ കാണുന്ന എൻജിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അഥവാ മൊമെന്റത്തിന് ചേഞ്ച് വരുന്നുണ്ട്. സോ അതിന് നമുക്ക് m ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി എന്ന് എടുക്കാം. അതാണ് ഫോഴ്സ് ഇൻറ്റു v. ഇനി വാട്ട് ഈസ് ഡെൽറ്റ v? വെലോസിറ്റിയിലുള്ള ചേഞ്ച് എത്രയാണ്? അത് v itself. സോ ദിസ് ഈസ് ഈക്വൽ ടു mv into v by t. ഓക്കെ, നൗ ഈ കാണുന്ന ഒരു ടി ടൈം കൊണ്ട് L ലെങ്ത് ഉള്ള ലിക്വിഡ്, നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്, L ലെങ്ത് ഉള്ള ലിക്വിഡ് ടി ടൈം കൊണ്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ T can be written as L by V. So this is equal to mv square, താഴെ t ക്ക് പകരം L by V, that is mv cube by L. റെഡി ആണോ? ഈ m by L ആണ് നമ്മുടെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു v ക്യൂബ്. അതാണ് പവർ. ഇനി പറ, ഇത് രണ്ടും സെയിം ആണോ? ഈ കാണുന്ന രണ്ട് ക്വസ്റ്റ്യനും സെയിം ആണോ അല്ലേ? നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ കിട്ടിയ ഫൈനൽ ഇക്വേഷനും ഈ ഇക്വേഷനും കമ്പയർ ചെയ്യാം. നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇമ്പാർട്ടഡ്. അതിന് കിട്ടിയ ഇക്വേഷൻ ഹാഫ് എം വി ക്യൂബ് ആയിരുന്നു. ആ എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അഥവാ റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് that was half m by L v cube. എന്താണ് ഇവിടുത്തെ ഡിഫറൻസ്? ഇത് രണ്ടും ഒന്നല്ല എന്ന് പറയാനുള്ള കാരണം, ഡിഫറൻസ് കാണുന്നുണ്ടോ നിങ്ങൾ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഡിഫറൻസ് കാണുന്നുണ്ടോ? യെസ്, എന്താണ് ഡിഫറൻസ്? യെസ്, അവിടെ ഉള്ള ഡിഫറൻസ് ഒരു ഹാഫിന്റെ ഡിഫറൻസ് ആണ്. എന്ത് സംഭവിച്ചു? എന്തെങ്ങനെ വരാൻ കാരണം? നിങ്ങൾ മുന്നേ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഈ ഹാഫിന്റെ മീനിങ്? P equal to 2 KE. KE അല്ല, KEയുടെ റേറ്റ് ആണ്. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ പല സിറ്റുവേഷൻസിലും അങ്ങനെ ഉണ്ട്. അതിന്റെ കാരണം ശ്രദ്ധിക്ക്, നമുക്ക് ഈ കിട്ടിയ സാധനം ഇത് എൻജിന്റെ പവറാണ്. ഇത് എൻജിൻ കൊടുക്കുന്ന പവറാണ്, അല്ലെങ്കിൽ എൻജിൻ ചെയ്യുന്ന വർക്കിന്റെ റേറ്റ്. ഇത് വാട്ടറിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയുടെ റേറ്റ് ആണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ എൻജിൻ കൊടുക്കുന്ന പവറിന്റെ പകുതി മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ, പകുതി മാത്രമേ വാട്ടറിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുള്ളൂ. എക്സാക്ട്ലി 50%. എന്ത് 50%? 50% ആണ് ബേസിക്കലി എഫിഷ്യൻസി. ഓക്കെ, റെഡി ആണോ? സോ അപ്പൊ ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസം അതാണ്. രണ്ടും ചോദിച്ചിട്ടുള്ളത് പവർ തന്നെയാണ്. ഒന്ന് എൻജിൻ കൊടുക്കുന്ന പവർ ആണെങ്കിൽ മറ്റേത് വാട്ടറിന് കിട്ടുന്ന പവറാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും? പവർ ഓഫ് ദ എൻജിൻ is equal to m by L is 100, velocity is 2 q, that is equal to 800 watts. Okay, obviously അതിൽ 400 watts എന്നുള്ള ഓപ്ഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകതയാണ്. ഇത് ഇവിടെ മാത്രമല്ല,
നിങ്ങൾ എവിടെയൊക്കെ ബേസിക്കലി എനർജിയിൽ ഹാഫ് കാണുന്നുണ്ടോ അവിടെയൊക്കെ ഇപ്പോ കപ്പാസിറ്ററിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുത്ത് വോൾട്ടേജ് വി കപ്പാസിറ്റൻസ് സി ആണെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്തുള്ള ചാർജ് ക്യൂ ആണെങ്കിൽ എനർജി എത്ര എന്താ ഫോർമുല ദാറ്റ് ഈസ് ഹാഫ് ക്യൂ വി അല്ലെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ എന്നൊക്കെ പറയാറുണ്ടോ നമ്മൾ റോബിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വേർ ഇസ് ദ റെസ്റ്റ് ഓഫ് ദ പവർ പ്രൊവൈഡഡ് ബൈ ദ എഞ്ചിൻ ഗോയിങ് എഞ്ചിൻ കൊടുക്കുന്ന ബാക്കി പവർ ബേസിക്കലി ഹീറ്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ അവിടെ വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും വിസ്കോസിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകും ഫ്രിക്ഷൻ ഒക്കെ അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്ന പോലെ ഓക്കെ അവിടെ ഹീറ്റ് ആയിട്ട് മാറാണ് ചെയ്യുക എന്ന് വെച്ചാൽ ബേസിക്കലി ലോസ് ആണ് എനർജി ലോസ് ആണ് അത് എന്തായിട്ട് മാറില്ല കൈനറ്റിക് എനർജി ആയിട്ട് മാറും അതേപോലെ തന്നെയാണ് ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും കപ്പാസിറ്ററിന്റെ കേസിൽ ഇപ്പൊ നോക്കിയേ ഈ കാണുന്ന നെഗറ്റീവ് ചാർജ് അതായത് ഇവിടെ നിന്ന് ഈ പറയുന്ന ക്യൂ എമൗണ്ട് ചാർജ് ഇതാ ഇങ്ങനെ വന്ന് ഇപ്പുറം വന്ന് ഇവിടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുകയാണ് കാരണം അപ്പൊ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് വർക്ക് ഡൺ ബൈ ബാറ്ററി വർക്ക് ഡൺ ബൈ സെൽ ഈസ് ഈക്വൽ ടു ക്യൂ വി സെല്ല് ചെയ്ത വർക്ക് ക്യൂ വി ആണ് പക്ഷേ കപ്പാസിറ്ററിൽ എത്ര സ്റ്റോർ ചെയ്തിട്ടുള്ളൂ ഹാഫ് ക്യൂ വി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ വർക്ക് ഡൺ ബൈ സെൽ ഈസ് ക്യൂ വി ക്യൂ ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ക്യൂ വി അതാണ് സെൽ ചെയ്യുന്ന വർക്ക് അതേസമയം കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് എന്ത് മാത്രം അതിന്റെ ഹാഫ് മാത്രം റെഡിയാണോ സോ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും കാണാം അപ്പോ വർക്ക് ഡൺ ബൈ ബാറ്ററി എന്നാണ് കപ്പാസിറ്ററിൽ ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളെ ഇക്വേഷനിൽ ഹാഫ് ഉണ്ടാവില്ല അതേസമയം എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ ആണെങ്കിൽ അവിടെ കാണും ഹാഫ് റെഡിയാണോ സോ അങ്ങനെ ഒരു സംഭവം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറൈറ്റ് സോ നമുക്ക് ഫിനിഷ് ചെയ്യണം വേറെ നോക്കൂ ക്വസ്റ്റ്യൻ നമ്പർ 44 Water falls from a height of 60 meters at the rate of 15 kg per second to operate a turbine. The losses due to frictional force are 10% of energy. How much power is generated by the turbine? Water falls from a height of 60 meters at the rate of 15 kg per second to operate a turbine. So, what is the rate of potential energy? വാട്ടർ താഴേക്ക് വരുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു സോ എത്ര പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട് അതിനെ നമുക്ക് എന്തെടുക്കാം mgh/t എന്നെടുക്കാം ഇനി വാട്ട് ഈസ് m/t അത് മാസ് പെർ യൂണിറ്റ് ടൈം ആണ് അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 15 kg per second into gravity 10 into height 60 meter so this will be 6 into 15 90 900 അല്ല 9000 watts 9000 watts ആണ് വാട്ടർ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോഴുള്ള എനർജി അല്ലെങ്കിൽ അതിന്റെ റേറ്റ് എനർജിയുടെ റേറ്റ് ബട്ട് എത്ര പെർസെന്റേജ് ലോസ് ചെയ്യുന്നു ലോസ് 10% ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 900 വാട്ട്സ് 9000ന്റെ 10% 900 വാട്ട്സ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി പവർ ജനറേറ്റഡ് എത്ര ഉണ്ടാവും പവർ ജനറേറ്റഡ് വിൽ ബി ദ റിമൈനിങ് എമൗണ്ട് പവർ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു 8100 വാട്ട്സ് അഥവാ ദാറ്റ് ഈസ് 8.1 കിലോവാട്ട് ഓക്കെ വളരെ സിമ്പിൾ ആണ് വാട്ടർ മുകളിൽ താഴേക്ക് ചാടുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി mgh കൈനറ്റിക് എനർജി ആയിട്ട് മാറും അത് കുറച്ചൊരു 10% അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലോസ് ആവും ബാക്കിയുള്ളത് എനർജി ആയിട്ട് പവർ ആയിട്ട് ജനറേറ്റ് ചെയ്യും ഓക്കെ സോ ദ ആൻസർ ഈസ് 8.1 കിലോവാട്ട് ക്വസ്റ്റ്യൻ നമ്പർ 45 the last one 45 how much water a pump 2 kilowatt can rise in 1 minute to a height of 10 meters how much water a pump of 2 kilowatt can rise in 1 minute to a height of 10 meters. അതിന്റെ ആൻസർ നമുക്ക് വേണ്ടത് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വോളിയം ലിറ്റേഴ്സിലാണ് വേണ്ടത് സോ
നമ്മൾ തൽക്കാലം മാസിൽ ചെയ്യാം, പിന്നെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, സോ എം മാസ് 10 മീറ്റർ ഹൈറ്റിലേക്ക്, ഗ്രാവിറ്റി 10 ആണ്. എം മാസ് 10 മീറ്റർ ഹൈറ്റിലേക്ക്, ഗ്രാവിറ്റി 10 ആണ്. അതാണ് റൈസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എത്രയാണ് മാസ് എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എത്രയാണ് വോളിയം എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ പവർ, എഞ്ചിന്റെ പവർ 2 കിലോ വാട്ട് എഞ്ചിൻ എക്സേർട്ട് ചെയ്യും. അവിടെ നമ്മൾ ഈ 50% സംഭവം തൽക്കാലം അതിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ കൃത്യമായിട്ട് എഫിഷ്യൻസി സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല. സോ 2 കിലോ വാട്ട് ആണ് എഞ്ചിൻ എക്സേർട്ട് ചെയ്യുന്ന പവർ, അല്ലെങ്കിൽ എഞ്ചിൻ വാട്ടറിന് കൊടുക്കാൻ പോകുന്ന പവർ. ഓക്കെ, സോ ആ പവർ സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറും? ആ എഞ്ചിൻ കൊടുക്കുന്ന പവർ എന്തായിട്ട് മാറും? ആ കാണുന്ന വാട്ടറിന്റെ കൈനറ്റിക് എനർജി ആവും, പിന്നെ അത് ഹൈറ്റ് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആവും. എന്ന് പറഞ്ഞാൽ mgh/t ഈസ് ഈക്വൽ ടു 2 കിലോ വാട്ട്സ്. അതിൽ തന്നെ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ്, 1 മിനിറ്റ് അഥവാ 60 സെക്കൻഡ്സ്. സോ m ഈസ് ഈക്വൽ ടു 2 കിലോ വാട്ട്സ്, ദാറ്റ് ഈസ് 2 × 10⁻³ into time 60 divided by g, gravity 10, height 10. So this is equal to, ഒരു 10 ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഒരു 10 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ that will be 10 square. So 2 × 6 1200. This is 1200 kg. Okay, ഇനി നമുക്ക് അറിയാം 1200 kg എന്ന് പറഞ്ഞാൽ this is equivalent to volume, that will be 1200. 1 kg എന്ന് പറഞ്ഞാൽ 1 liter ആണ്. So that is will be 1200 liters. Okay, so ആ കാണുന്ന ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ടൈം കൊണ്ട് 1200 ലിറ്റേഴ്സ് ആ കാണുന്ന സാധനത്തെ 10 മീറ്റർ ഹൈറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഓൾറൈറ്റ്, സോ യെസ്, അപ്പോൾ വർക്ക് എനർജി പവറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9:30 സ്റ്റാർട്ട് ചെയ്താണ്. 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 1 hour എടുത്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ, ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊട്ടേഷണൽ മോഷനിലെ പറഞ്ഞ, സോ അത് സ്റ്റാർട്ട് ചെയ്യും. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നിങ്ങൾക്ക് എത്ര ടെസ്റ്റ് നടന്നു? എത്ര ടെസ്റ്റ് പേപ്പർ നടന്നു? 1 or 2? ഒരു ടെസ്റ്റ് പേപ്പർ നടന്നുണ്ടോ എന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 ആയിരുന്നില്ലേ, യൂണിറ്റ്സ് 1D 2D. യെസ്. സോ അടുത്ത ടെസ്റ്റ് പേപ്പർ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടോ? അടുത്ത ടെസ്റ്റ് പേപ്പർ എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. എന്നായാലും ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും ഈ മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററിനെ പറ്റി എന്താ അഭിപ്രായം? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ പറ്റി റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായമൊന്നുമില്ലേ? ലിറ്റിൽ ഹാർഡ്. നെക്സ്റ്റ് എക്സാമിന്റെ ടൈം ടേബിൾ അതാ വന്നു, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഓക്കെ, ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടാവാറുള്ളൂ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. എൻ്റെ ഒരു അഭിപ്രായത്തില് അബ്സ്ട്രാക്ട്, എന്താണ് അബ്സ്ട്രാക്ട് എന്നുള്ള എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ മൊത്തം ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കമ്പൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാലും വൺ ഓഫ് ദ ടഫസ്റ്റ് ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, സോ അതിൽ നിന്ന് ടഫ് ചാപ്റ്റർ ആണ് എന്നുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കുറവൊന്നും ഉണ്ടാവില്ല. ജെയ്മെന്റെ ഒക്കെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ജനുവരിയിൽ നടന്ന എക്സാമിന് എല്ലാ പേപ്പറിലും 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ട്. മൊത്തം നിങ്ങൾ 6 പേപ്പർ, അതായത് 6 സെഷൻസ് ഉണ്ടായിരുന്നു. ആ സെഷൻസ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 6 പേപ്പറിൽ ഒരു 10 or 11 ക്വസ്റ്റ്യൻസ് റൊട്ടേഷണൽ മോഷന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ 1 or 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ
എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഈവൻ ഞാനും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലതൊക്കെ ഗിവ് അപ്പ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് അത് വൃത്തിയായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. റെഡിയാണോ? സോ സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം വലിയ ചാപ്റ്ററുമാണത്. സോ തുടങ്ങുന്നത് നമ്മുടെ സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാം. സർക്കുലാർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സർക്കുലാർ മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത ചില ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, എന്താണ് റൊട്ടേഷണൽ മോഷൻ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ the entire system is, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള all the particles in the system are executing circular motions about a fixed axis. ആ ആക്സിസ് തന്നെ ഫിക്സ്ഡ് ആവണം എന്ന് നിർബന്ധമില്ല. അതായത് ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഇങ്ങനെ ഒരു ആക്സിസിന് അബൌട്ടാണ് കറങ്ങുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു റിങ് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് റിങ് നമ്മൾ കറക്കുന്നത് ഇങ്ങനെ ഒരു ആക്സിസിന് അബൌട്ടാണ്. അപ്പൊ റിങ് എങ്ങനെ കറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാലോ. റിങ് എങ്ങനെ കറങ്ങുന്നുണ്ടോ? ഇവിടെ റിങ് ആണിത്, ഇതാണ് ആക്സിസ്. റിങ്ങിനെ നമ്മൾ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ ആ റിങ് കറങ്ങുന്നത് ഇപ്പൊ നമ്മൾ വിരലിലിട്ടിട്ട് ഒരു റിങ് എങ്ങനെ കറക്കുന്നു അതുപോലെ ഉണ്ടാവും. ഓക്കെ, അവിടെയും എല്ലാ പാർട്ടിക്കിൾസും സർക്കുലാർ മോഷനിലാണ്. പക്ഷെ റിങ് സർക്കുലാർ മോഷൻ ആണെന്ന് പറയാൻ പറ്റും. റിങ് മൊത്തത്തിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് അല്ല. ആ റിങ്ങിലുള്ള ഓരോ പോയിന്റും ഓരോ സർക്കിളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ എല്ലാ പാർട്ടിക്കിൾസും, ഒരു സിസ്റ്റത്തിന്റെ എല്ലാ പാർട്ടിക്കിൾസും സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ആക്സിസ് ഫിക്സഡ് ആവാം, ഇല്ലാതിരിക്കും. അതായത് ചില സിറ്റുവേഷൻസിൽ ആക്സിസ് അടക്കുന്നത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സാധാരണ പമ്പരാ പറയാറുള്ളത്. പമ്പരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പമ്പരം ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ പ്രെസിഷൻ എന്നൊക്കെ പറയാം. നമുക്ക് ആ ഒരു ലെവലിലുള്ളത് എന്തായാലും പഠിക്കാനില്ല. ഓക്കെ, ഇനി ആദ്യത്തെ പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോയിന്റ് മാസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, എന്താ സംഭവം? പോയിന്റ് ഒബ്ജക്റ്റ് എന്താണ്, പോയിന്റ് മാസ് എന്താണ്? പോയിന്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണത്, പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോയിന്റ് മാസ്. ഓർമ്മയുണ്ടോ പോയിന്റ് ഒബ്ജക്റ്റ്? ആരൊന്നും പറഞ്ഞില്ലല്ലോ. പോയിന്റ് ഒബ്ജക്റ്റ് or point mass. Small object ആണ് point object. Okay, a train is a point object when it's compared with the distance it covers. Yes, exactly. അതായത് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന അങ്ങനെ സാധനം ഇല്ല. അത് നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ്. ഓക്കെ, വളരെ ചെറിയ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചത് പോയിന്റ് ഒബ്ജക്റ്റ് ആവണമെന്നില്ല. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ടു ഡിസ്റ്റൻസ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സൈസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. സൈസ് ഇല്ല, അഥവാ അതൊരു സിംഗിൾ പോയിന്റ് ആണ്, പോയിന്റിന് സൈസ് ഇല്ല ആക്ച്വലി. അങ്ങനെ ഒരു പോയിന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യും. അതിനാണ് നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോയിന്റ് മാസ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ എവിടെയാ പഠിച്ചത്? 1 ഡയമെൻഷണൽ മോഷനിലാണ്. 2 ഡയമെൻഷണൽ മോഷനിൽ ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നോ? ഒന്നും കൂടെ, ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നോ അല്ലയോ? യെസ് ഓർ നോ? ടു ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നോ അല്ലയോ? ഫർഹാൻ പറയുന്നത് അങ്ങനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സൈസ് കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നു ആണോ?
അതായത് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ ആ ഒബ്ജക്റ്റ് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ പ്രൊജക്ട് ചെയ്തത്, അതല്ല ഇനി സ്പെറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ, അതല്ല എന്താ പറയാ പ്രിസം പോലുള്ള ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആണോ, പിരമിഡൽ ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആണോ, റോഡ് ആണോ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് എന്നല്ലേ പറയാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ സൈസ് എവിടെയെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒബ്ജക്റ്റിന്റെ വോളിയം, ആ ഒബ്ജക്റ്റ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്ത്, ആ ഒബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്യുന്ന സാധനം ഒരു പോയിന്റ് ആയിട്ട് അങ്ങനെ ഒരു പരാബോളിക് പാത്തിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നു എന്നല്ലാതെ ആ ഒബ്ജക്റ്റിന്റെ സൈസിനോ ഷേപ്പിനോ വോളിയത്തിനോ വല്ല ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു ടു ഡയമെൻഷണൽ മോഷനിൽ? ആ ഒബ്ജക്റ്റിന്റെ സൈസിനോ ഷേപ്പിനോ വോളിയത്തിനോ വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ടു ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന, നമ്മൾ പ്രൊജക്ട് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ശരിക്കും എന്തായിരുന്നു? സൈസുള്ള മാസ് വിട്ടേക്ക് സൈസുള്ള വോളിയുള്ള ഷേപ്പുള്ള ഒബ്ജക്ട്സ് ആയിരുന്നോ? അല്ല, നമ്മൾ കൺസിഡർ ചെയ്ത സാധനങ്ങളൊക്കെ ബേസിക്കലി അഗെയിൻ പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ടു ഡയമെൻഷണൽ മോഷനിലും ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അടുത്തത് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിലെ ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു അല്ലേ? ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നോ അല്ലയോ? യെസ് ഓർ നോ? ഒരു പുള്ളി സിസ്റ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു അല്ലേ? രണ്ട് മാസ് M1 M2 പോയിന്റ് ഒബ്ജക്ട്സ് ആണെന്നാണ് പറയുന്നത് രോഹിത്. രോഹിത് പറയുന്നു പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസിനും ഷേപ്പിനൊന്നും കമ്പാരിസൺ അല്ലെങ്കിൽ സൈസിനും ഷേപ്പിനൊന്നും അവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഇല്ലയോ? ലോസ് ഓഫ് മോഷനിലെ ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നു അല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. പോയിന്റ് ഒബ്ജക്ട്സ് ആയിരുന്നില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നു? നമ്മൾ അതിന്റെ സൈസ് കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നോ? അതായത് ഇപ്പൊ ഞാൻ ഈ വരച്ച ഫിഗറിൽ ഞാൻ ചെറുതായിട്ടൊരു മോഡിഫിക്കേഷൻ വരുത്തി. ഇതാണ് M2 എന്ന് വിചാരിക്കും. M2 കുറച്ചുകൂടെ വലുതാണ് എങ്കിൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക? M2 കുറച്ചുകൂടെ വലുതാണ് അല്ലെങ്കിൽ M2 കുറച്ചുകൂടെ ചെറുതാണ് എന്നതിനനുസരിച്ച് എന്ത് മാറ്റാണ് ഉണ്ടാവുക? ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഈ കാണുന്ന എൻ്റയർ സാധനത്തിനെ ഞാനിതാ ഇങ്ങനെ എഴുതി. ഇതാണ് M2. അഗൈൻ ഇക്വേഷൻ നോ അതിന്റെ ആക്സിലറേഷനോ ഒന്നിനും യാതൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം മാസ് M2 ആണ്. മാസ് നമ്മൾ കൺസിഡർ ചെയ്യും. മാസ് കൺസിഡർ ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മാസ് കൺസിഡർ ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ സൈസ് കൺസിഡർ ചെയ്യില്ല. പോയിന്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ സൈസ് കൺസിഡർ ചെയ്യില്ല. അപ്പൊ അഗൈൻ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ആക്ച്വലി ഒബ്ജക്ട്സിന്റെ സൈസിന് യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷനിലും ഒബ്ജക്ട്സ് പോയിന്റ് ഒബ്ജക്ട്സ് ആണ്. അതുപോലെ തന്നെയാണ് വർക്ക് എനർജി പവറിലും. വർക്ക് ഡൺ ഒക്കെ പറയുന്ന സമയത്ത് ഒബ്ജക്ട് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പറയുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ സൈസിന് അവിടെയും സിഗ്നിഫിക്കൻസ് ഇല്ല. ചില കൊളീഷൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സിഗ്നിഫിക്കൻസ് വരും എന്ന് മാത്രം. ഓക്കെ, സോ ഇത്രയും കാലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്ട്സുകളൊക്കെ പ്രത്യേകിച്ച് സൈസും ഷേപ്പും ഒന്നും ഇല്ലാത്ത കുറെ പോയിന്റുകളായിരുന്നു. അതേസമയം അങ്ങനെ ഒരു സംഭവം അല്ല റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ. റൊട്ടേഷണൽ മോഷനിലേക്ക് നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ അതൊരു സ്ഫിയർ ആണെങ്കിൽ ഹോളോ സ്ഫിയറിന് വേറെയാണ്, സോളിഡ് സ്ഫിയറിന് വേറെയാണ്, ഒരു റോഡിന് വേറെയാണ്, ഒരു സിലിണ്ടറിന് ഡിഫറെന്റ് ആണ്. മാസ് സെയിം ആണെങ്കിലും റിങ്ങിനും ഡിസ്കിനും വേറെ വേറെ, ഈവൻ ഷേപ്പ് പോലും. ഓക്കെ, ആ ഷേപ്പ് നമ്മൾ സർക്കുലാർ എന്ന് പറയുന്നത് അതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതൊക്കെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ സൈസ് കൺസിഡർ ചെയ്യാതെ എപ്പോഴും അതിനെ പിടിച്ചൊരു പോയിന്റ് എന്നുള്ളതിലേക്ക് മാറ്റുന്നത് നമ്മൾ നിർത്തി നമ്മൾ അതിനെ എന്താക്കി മാറ്റി? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സിംഗിൾ പോയിന്റ് അല്ല, ഒരുപാട് പോയിന്റുകളുടെ
അഥവാ ഒരുപാട് പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ എന്തുണ്ടാവാം? സ്വാഭാവികമായിട്ടും ഷേപ്പ് ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ മാസ് എല്ലാം അങ്ങനെ സർക്കുലർ ആയിട്ട് ഇതായി ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ മാസുകൾ ഒരുപാട് പോയിന്റ്സിന്റെ കളക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഷേപ്പ് പോലെ അല്ല ഈ കാണുന്ന മാസുകൾ ഇതായി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ. എന്താ വ്യത്യാസം? ഒന്നിനെ നമ്മൾ ഡിസ്ക് എന്ന് വിളിക്കും, മറ്റൊന്നിനെ ഇത് റിംഗ് ആണെങ്കിൽ മറ്റേത് ഡിസ്ക് ആണ്. രണ്ടാ. ഈ കാണുന്ന സാധനത്തിന് മാസ് എം, ഇതിന് മാസ് എം. സംഭവം ശരി തന്നെയാണ്. ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി വരെ ഈ പറയുന്ന സംഭവങ്ങൾ രണ്ടും ഒരുപോലെ തന്നെ എടുക്കാം. നമുക്ക് രണ്ടും ഒരേ മാസാണ്. ഏറെക്കുറെ നമുക്ക് അതിന്റെ ഷേപ്പും സർക്കുലർ ആണ്, റോൾ ചെയ്യുന്ന സംഭവത്തിലൊക്കെ ഒരുപോലെ എടുക്കും. പക്ഷെ റൊട്ടേഷണൽ മോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റ് എന്തായിരുന്നു, ആ ഡെഫിനിഷൻസ് നമ്മൾ ലീവ് ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പോയിന്റ് ഒബ്ജക്റ്റ് എന്തായിരുന്നു അതിന്റെ നേരെ വിപരീതമാണ് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇനി ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തന്നെ നമ്മൾ ചെറിയൊരു അസംഷനും കൂടെ കൺസിഡർ ചെയ്യും. ഈ കാണുന്ന സാധനം ഒരു റിങ് നമ്മൾ എടുത്തങ്ങ് എറിഞ്ഞു, ചുമരിൽ ചെന്ന് ഇടിച്ച് വീണ് താഴെ വീണ് എടുത്തു നോക്കുമ്പോഴും പ്രത്യേകിച്ച് ഷേപ്പിൽ ഒരു മാറ്റം വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത് റിജിഡ് ബോഡീസ് എന്ന് വിളിക്കും. ഇത് കഴിഞ്ഞ് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് ഇലാസ്റ്റിസിറ്റിയുടെ, അഥവാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അവിടെ നമ്മൾ പറയും ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സൈസ് ആൻഡ് ഷേപ്പ് റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് അർത്ഥം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതും ഒരു എന്താ പറയാ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ റിജിഡ് ബോഡി എന്ന് പറയുന്നതും ഒരു ഐഡിയൽ കണ്ടീഷനാണ്, ഒരു ഐഡിയൽ സാധനമാണ്. എന്ന് പറഞ്ഞാൽ റിയൽ അല്ല. ഓക്കെ, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഇല്ല. ഒരു ആറ്റം വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ, ആ ഒരു ലെവലിൽ അറ്റോമിക് ലെവലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പൊല്യൂഷൻസ് ഒക്കെ ഇലാസ്റ്റിക് ആവും. ഓക്കെ, അവിടെയുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഏറെക്കുറെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് പറയാം. അതാണ് റിജിഡ് ബോഡീസ്. പക്ഷെ തൽക്കാലം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനൊക്കെ റിജിഡ് ബോഡീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഉരുണ്ടു പോകുന്നതിന്റെ ഇടയ്ക്ക് റിങ്ങിന്റെ ഷേപ്പ് ഒന്നും മാറാൻ പാടില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ കൺസെപ്റ്റ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നേരത്തെ കൺസിഡർ ചെയ്തിരുന്ന പോലെ വർക്ക് എനർജി, പവറിലോ ലോസ് ഓഫ് മോഷനിലൊക്കെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാസിന് ഒരു പോയിന്റിൽ എടുക്കാമെങ്കിൽ ഇവിടെ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് വരുന്ന അടുത്ത ഐഡിയ ആണ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് അഥവാ it's the point where the entire mass of the system is assumed to be concentrated. അങ്ങനെ ഒരു പ്രത്യേക പോയിന്റിൽ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്യും, ആ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ ഒക്കെ ഏതുപോലെ ഇരിക്കും, ആസ് if the entire mass is concentrated at that particular point and the external force is acting at that point. അതായത് ഒരു ഡിസ്ക് ആണെങ്കിൽ നിങ്ങൾക്കറിയാം സെന്റർ ഓഫ് മാസ് അതിന്റെ കറക്റ്റ് സെന്റർ തന്നെ. നമ്മളൊരു ഫോഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ മാസ് എം ആണ്. ഇതിന്റെ മൂവ്മെന്റ് ഏതുപോലെ ഉണ്ടാവും? ഈ കാണുന്ന എൻറ്റയർ മാസ് അതിന്റെ സെന്റർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എഫ് അവിടെ ആക്ട് ചെയ്യുന്ന പോലെ. റെഡിയാണോ? ഇങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക, ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു ഷേപ്പ്, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണെന്ന് വിചാരിക്കും. റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് നിങ്ങൾക്കറിയാം, അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഈ പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. അപ്പൊ അതിന് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ദിസ് വിൽ ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്, റൊട്ടേഷണൽ എഫക്റ്റ് അല്ല. റൊട്ടേഷണൽ എഫക്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഈ കാണുന്ന സാധനം എങ്ങനെ മൂവ് ചെയ്യും? ആ കാണുന്ന സാധനത്തിന്റെ മാസ് എം ആയിരുന്നെങ്കിൽ എം മാസ് ഉള്ള ഒബ്ജക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആ കാണുന്ന സെന്ററിൽ ആക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. സോ ഇതാണ്. ഇങ്ങനെ മാസ് ആക്ച്വലി കോൺസെൻട്രേറ്റഡ് ഒന്നും അല്ല, മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് തന്നെയാണ്. പക്ഷേ അതിന് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ആക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും,
അതിന്റെ സെന്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യുന്ന പോലെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവുക. ഇനി സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. നമ്മളെ കയ്യിൽ 2 മാസസ് ഉണ്ട്. അത് രണ്ടും പോയിന്റ് മാസസ് ആണ്, M1 M2. ആ 2 പോയിന്റ് മാസസിന്റെ പൊസിഷൻസ് ലെറ്റ്സ് സേ നമുക്ക് എക്സ് ആക്സിസിൽ എടുക്കാം. ഇതിന്റെ പൊസിഷൻ x1, ഇതിന്റെ പൊസിഷൻ x2 ആണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി വെയ്റ്റഡ് ആവറേജ് എന്ന് പറയാം. x1 M1 ഉണ്ട്, അതുപോലെ തന്നെ x2 M2 ഉണ്ട്. സോ അതിന് നമ്മൾ മാസ് കൊണ്ട് വെയിറ്റേജ് കൊടുക്കുന്നു. കൂടുതൽ മാസ് എവിടെയാണോ അവിടേക്ക് ആ ഭാഗത്തേക്കാണ് സെന്റർ ഓഫ് മാസ്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്കാണ് സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ M1 + M2. ഇനി അതേപോലെ ഇതിനൊരു y കോർഡിനേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് M1 y1 + M2 y2 ഡിവൈഡഡ് ബൈ M1 + M2. അതുപോലെ ഈ കാണുന്ന ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് M1 v1 + M2 v2 ഡിവൈഡഡ് ബൈ M1 + M2. സിമിലർലി ഇതിന് ആക്സിലറേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇറ്റ് വിൽ ബി M1 a1 + M2 a2 ഡിവൈഡഡ് ബൈ M1 + M2. ഇനി ഇതൊന്നും അല്ലാതെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്ഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റിന് ഇപ്പോൾ ഇതാണ് എക്സ് കോർഡിനേറ്റ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഈവൺ ഇനി സെഡ് ആക്സിസും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. ആ കാണുന്ന ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൽ നമ്മളൊരു റാൻഡം പോയിന്റ് എടുക്കുന്നു. ആ റാൻഡം പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, അതിന്റെ മാസിനെ നമുക്ക് MI എന്നെടുക്കാം. കോർഡിനേറ്റ്സ് XI, YI, ZI. എങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് MI XI. ഇങ്ങനെയുള്ള ഒരു MI/XI അല്ല, ഒരുപാട് MI/XIകൾ ഉണ്ടാവും. അത് മൊത്തത്തിൽ ആഡ് ചെയ്യണം. സിഗ്മ ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് നമുക്ക് M എടുക്കാം. സിമിലർലി y കോർഡിനേറ്റ്, സെന്റർ ഓഫ് മാസിന്റെ y കോർഡിനേറ്റ് സിഗ്മ MI YI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. Z കോർഡിനേറ്റ് സിഗ്മ MI ZI ഡിവൈഡഡ് ബൈ M. ഇങ്ങനെ സമ്മേഷൻ ഉള്ളപ്പോൾ ഇറഗുലർ ഷേപ്പിന്റെ ഒന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല, എഴുതി വെക്കാന്നല്ലാണ്ട്. ഒരു റെഗുലർ ഷേപ്പ് ആണെങ്കിൽ കണ്ടുപിടിക്കാം. റെഡിയാണോ? റെഗുലർ ഷേപ്സ് ആണെങ്കിൽ കണ്ടുപിടിക്കാം. സോ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ റിങ്, ഡിസ്ക് ഒക്കെ ആണെങ്കിൽ സെന്ററിലാണ് വരിക, സ്ഫിയർ ആണെങ്കിൽ സെന്ററിലാണ് വരിക. റെക്ടാങ്കുലർ ലാമിന ആണെങ്കിൽ, ഒരു പ്ലനാർ ആയിട്ടുള്ള റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് വരിക. അതുപോലെ തന്നെ ട്രയാങ്കുലർ ലാമിന ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള സംഭവമാണ് ട്രയാങ്കുലർ ലാമിന. ട്രയാങ്കുലർ ലാമിന ആണെങ്കിൽ ട്രയാങ്കുലർ ലാമിനന്റെ സെന്റർ ഓഫ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറ. ട്രയാങ്കുലർ ലാമിനന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണോ അറിയോ? യെസ്, എക്സാക്ട്ലി സെൻട്രോയിഡാണ്. അതായത് മീഡിയൻസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന, ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ഇതിനെയാണ് സെൻട്രോയിഡ് ആണ് ട്രയാങ്കുലർ ലാമിനയുടെ സെൻട്രോയിഡ്. യെസ്. സോ അതിനൊക്കെ നമുക്ക് പ്രത്യേകം മെത്തേഡുകളുണ്ട് കണ്ടുപിടിക്കാൻ. നിങ്ങൾ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, അത്യാവശ്യം വേണ്ട സംഭവങ്ങളുടെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. സോ അതാണ് സെന്റർ ഓഫ് മാസിൽ പറയാനുള്ളത്. സോ യെസ്, അടുത്ത ഭാഗം സെന്റർ ഓഫ് മാസും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മൊമെന്റം കൺസർവേഷൻ സംഭവങ്ങളും എല്ലാം ഈ പറയുന്ന ഒബ്ജക്റ്റിന്റെ കേസിലും അപ്ലിക്കബിൾ ആണ്. സെന്റർ ഓഫ് മാസിന്റെ മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ നേരത്തെ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞു. സോ ഓരോ പാർട്ടിക്കിളിന്റെ, അതായത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സിഗ്മ MI VI ഡിവൈഡഡ് ബൈ ടോട്ടൽ M, ടോട്ടൽ മാസ് M വരും. ഓക്കെ. സോ പൊസിഷൻ പറയുന്ന പോലെ തന്നെയാണ് വെലോസിറ്റി പറയുന്നത്. അതുപോലെ തന്നെയാണ് മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ മൊമെന്റം, എൻറ്റയർ മൊമെന്റം എന്ന് പറയുന്നത് അവിടെ നമുക്ക് M കൊണ്ട് ഡിവൈഡ് ചെയ്യാനില്ല, കാരണം മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ ദിസ് ഈസ് സിഗ്മ MI
അതായത് ഓരോ ചെറിയ പാർട്ടിക്കിളിന്റെ മൊമെന്റംസ് ആഡ് ചെയ്യുന്നതാണ് എൻ്റെ സിസ്റ്റത്തിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. സോ കൺസർവേഷൻ ഓഫ് മൊമെന്റ്, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം കൺസേർവ് ചെയ്യും എന്നുള്ളതൊക്കെ ഈ കാണുന്ന പ്രിൻസിപ്പിളൊക്കെ ഇവിടെയും ഒബേ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കുലാർ മോഷനിൽ പോയിന്റ് ഔട്ട് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞിരുന്ന സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ. അവിടെ നമ്മൾ ചില റിലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ v is equal to r omega. Similarly, tangential acceleration a is equal to r alpha. ഇനി അതിന്റെ വെക്റ്റർ ഫോം ആണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. സോ v is equal to omega cross r. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒമേഗയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? അതായത് ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. An object is rotating about an axis. അങ്ങനെയെങ്കിൽ what's the direction of omega? അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ആ ഒബ്ജക്റ്റിലുള്ള ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആ പോയിന്റ് എന്ന് വിചാരിക്കും. അപ്പൊ ആ പോയിന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു സർക്കുലാർ മോഷനാണ്. ഓക്കെ, ആ കാണുന്ന എല്ലാ പോയിന്റ്സും സർക്കുലർ മോഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എങ്കിൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡയറക്ഷൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. അതോ ആംഗുലാർ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ട്? ആംഗുലാർ വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടോ? അതെങ്ങനെ തീരുമാനിക്കും? ആരൊന്നും പറയുന്നില്ല. ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ഹാൻഡ് തംബ് റൂൾ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കേൾ ചെയ്യുമ്പോൾ തമ്പ് എങ്ങോട്ട് നിൽക്കുന്നു ആ ഡയറക്ഷനാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നോക്കിയേ, ഈ കാണുന്ന ഫോർമുലയിൽ v = ഒമേഗ ക്രോസ് ആറില് v = ഒമേഗ ക്രോസ് ആർ എന്നുള്ളതിൽ അതവിടെ നിൽക്കട്ടെ, ആ റിലേഷനെ അവിടെ നിൽക്കട്ടെ. ആ റിലേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത്, ചോദിക്കുന്ന പോയിന്റ് എത്രയേ ഉള്ളൂ, ഈ കാണുന്ന ഒബ്ജക്റ്റിന്റെ ആംഗുലാർ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഈ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കുലർ പാർട്ടല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പലപ്പോഴും നമ്മൾ ഒമേഗ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം ഒമേഗ വട്ടത്തിലാണെന്നാണ്. ഒമേഗ എങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ വട്ടത്തിലാണ് എന്നാണോ അതിനർത്ഥം? സർക്കുലർ ആയിട്ടാണ് ഒമേഗന്റെ ഡയറക്ഷൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ടാൻജൻഷ്യൽ ആണ്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സോ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, സോ ഇതേ സിറ്റുവേഷൻ നമുക്ക് വേറെ രീതിയിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ നേരത്തെ വരച്ചത് ഈ കാണുന്ന സർക്കിൾ. നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ ആണ് എടുക്കുന്നത്. അങ്ങനെ ടോപ്പ് വ്യൂ എടുത്തു കഴിയുമ്പോൾ ആ പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ സർക്കുലർ മോഷന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ട്. സായി കൃഷ്ണ, എന്തിന് പെർപെൻഡിക്കുലർ എന്നുള്ളത് നോക്കിയാൽ നമുക്ക് തീരുമാനമാക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് നോക്കുക, ഈ കാണുന്ന സാധനം
ഇങ്ങനെയാണ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ഈ കാണുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റിക്ക് ആംഗുലാർ വെലോസിറ്റി ഉണ്ട്, ആംഗുലാർ വെലോസിറ്റി ഡയറക്ഷൻ. What's the direction of angular velocity? What's the direction of angular velocity? What's the direction of angular velocity? Direction of angular velocity? Yes. The direction of angular velocity is outwards. ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇതേ ഫിഗർ നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് എന്നുള്ള സെൻസ് എന്ന് വിചാരിക്കും. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്ന വെക്റ്റർ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്ന വെക്റ്റർ ഇതാ ആ രീതിയിലാണ് ഉണ്ടാവുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റൊട്ടേറ്റ് ചെയ്യുന്നത് തിരിച്ചായിരുന്നുവെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇൻവേർഡ്സ് ആവും, അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഫിഗറിൽ താഴേക്കായിട്ടാണ് ഉണ്ടാവുക. ക്ലിയർ? എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ തീറ്റ, ഒമേഗ, ആൽഫ എന്നൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് ആ കാണുന്ന വെക്ടേഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ ഇറ്റ്സ് എയ്തർ ഔട്ട്വേർഡ്സ് ഓർ ഇൻവേർഡ്സ്, അഥവാ ദേ ആർ ആക്സിയൽ വെക്ടേഴ്സ്. ആക്സിയൽ വെക്ടേഴ്സ് ആണ്. ആക്സിസ് നോക്കി, ആ ആക്സിസിലൂടെയാണ് ഒമേഗയുടെ ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഒമേഗ നമ്മൾ എങ്ങോട്ടാണ് എന്ന് ഡിഫൈൻ ചെയ്തു. ഇനി ഇതാണ് റേഡിയസ് വെക്ടർ. ഏത്? ഇതാണ് റേഡിയസ് വെക്ടർ. ഇനി അതിന്റെ ലീനിയർ വെലോസിറ്റി എങ്ങനെയാണ്? ആ കാണുന്ന സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പാർട്ടിക്കിളിന്റെ ഓരോ പോയിന്റിലെയും ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവും? ലീനിയർ വെലോസിറ്റി ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ പറ. ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ യെസ് ഇറ്റ്സ് ഓൾവേസ് ടാൻജൻഷ്യൽ. എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി എപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ പറയുന്ന ലീനിയർ വെലോസിറ്റി, റേഡിയസ്, ഒമേഗ, ഈ കാണുന്ന മൂന്നും കൂടെയുള്ള റിലേഷൻ ആണ് വേണ്ടത്. ഇതിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് നമുക്ക് എന്തറിയാം? v is equal to r ഒമേഗ ആണെന്ന് അറിയാം. ബട്ട് ഡയറക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ. ഒമേഗ ക്രോസ് ആർ അല്ലെങ്കിൽ ആർ ക്രോസ് ഒമേഗ അറിയാലോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാൻ ആർ ക്രോസ് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ആർ ക്രോസ് ഒമേഗ. അപ്പൊ നോക്കിയേ, ഇതാണ് ആർ, ഇതാണ് ഒമേഗ. ആർ ക്രോസ് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് അതിന്റെ റിസൾട്ട് എങ്ങോട്ട് വരും? ആർ ക്രോസ് ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ റിസൾട്ട് താഴേക്ക് വരും. ഇല്ലേ? ആറിന്റെ ഡയറക്ഷനിൽ ആദ്യം റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് പിടിക്കണം, എന്നിട്ട് ഒമേഗ അപ്വേർഡ്സ് ആണ് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ക്രോസ് ഒമേഗ അത് ഇങ്ങനെ വരും. അതേസമയം ഒമേഗ ക്രോസ് ആർ എടുത്തു കഴിഞ്ഞാൽ ഒമേഗ ഇങ്ങനെയാണ്, ആറിന്റെ ഡയറക്ഷൻ ഇതാണ്. ഒമേഗ ക്രോസ് ആർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒമേഗയുടെ ഡയറക്ഷനിൽ അപ്വേർഡ്സ് ആയിട്ട് പിടിക്കണം, പിന്നെ ആറിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമേഗ ക്രോസ് ആർ ഈ ഡയറക്ഷനിൽ വരും. ഇതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയേ, ഫിഗറിലേക്ക് ഒന്ന് നോക്കിയേ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാ? നമുക്ക് വേണ്ട വെലോസിറ്റി എന്ന് പറയുന്ന സാധനത്തിന്, അഥവാ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നതിന്
ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഒമേഗ ക്രോസ് ആർ ഫസ്റ്റ് ആണോ അതല്ല സെക്കൻഡ് ആണോ? അത് മാച്ചിങ് ആയതാ നോക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് രണ്ടും സെയിം ആയിക്കോളും, പക്ഷെ ഡയറക്ഷൻ മാച്ചിങ് ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണ് മാച്ചിങ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു നമ്മളെ ബോർഡിലുള്ള ഇതനുസരിച്ച് മുകളിലേക്ക് പോകുന്നതാണ്, ഔട്ട്വേർഡ്സ് എന്ന അർത്ഥത്തിലല്ല. ഈ പറയുന്നത് ഈ ഡയറക്ഷൻ ആണ്, ഈ കാണുന്ന ഡയറക്ഷൻ ആണ് നമ്മുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, മുകളിലേക്ക്. ഓക്കെ, സോ ആ ഡയറക്ഷൻ വരുന്നത് ഒമേഗ ക്രോസ് ആറിനാണ്. ഇവിടെ ആർ ക്രോസ് ഒമേഗ താഴേക്കാണ്. സോ അത് സ്യൂട്ടബിൾ അല്ല. സോ അതുകൊണ്ട് ഏതാണ് സ്യൂട്ടബിൾ? അത്രേ ഉള്ളൂ, വേറെ അതിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇതാണ് സ്യൂട്ടബിൾ. സോ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. സിമിലർലി നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആംഗുലാർ വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ലീനിയർ വെലോസിറ്റി. യെസ്, ടാൻജൻഷ്യൽ വെലോസിറ്റി, ടാൻജൻഷ്യൽ എന്നാണ് നമ്മൾ സാധാരണ ലീനിയർ വെലോസിറ്റി ഉദ്ദേശിക്കുന്നത്. ആ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആംഗുലാർ വെലോസിറ്റി. കറക്റ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളച്ച് മാർക്ക് ചെയ്യുന്ന പോലെ, അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഒമേഗ, ഈ മാർക്ക് ചെയ്യുന്നത് അതിന്റെ സെൻസ് ഓഫ് റൊട്ടേഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഒമേഗ എന്ന് പറഞ്ഞ വെക്ടർ ഔട്ട്വേർഡ്സ് ആണ്. ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞ വെക്ടർ ഇൻവേർഡ്സ് ആണ്. ശരിക്കും ഒമേഗ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വളഞ്ഞ സാധനമല്ല. ആ ആക്സിസിലൂടെ ഒന്നെങ്കിൽ ഔട്ട്വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവേർഡ്സ് ആയിട്ടോ ഒരു സാധനം ഉണ്ടാവും. റെഡിയാണോ? ഓക്കെ, സോ ഒന്നെങ്കിൽ ഔട്ട്വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവേർഡ്സ് ആയിട്ടോ. അതാണ് ബേസിക്കലി, അതായത് ഈ കാണുന്ന സാധനം അവിടെ ഞാൻ ഈ മാർക്ക് ചെയ്ത ഈ സംഭവമല്ലേ, ഇതാണ് ഇത്. ഈ വെക്ടർ ആണ് ആക്ച്വലി ഒമേഗ. റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, ഒമേഗ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. അതാണ് ശരിക്കും ഒമേഗ എന്ന് പറയുന്ന വെക്ടർ. നമ്മളൊരു വെക്ടർ ആയിട്ട് ഇപ്പോൾ വെലോസിറ്റിന്റെ അതേ ഡയറക്ഷനിലാണ് വെക്ടർ പറയാം, വെലോസിറ്റി വെക്ടർ. അങ്ങനെ വെക്ടർ ആയിട്ട് ഒമേഗനെ കാണുകയാണെങ്കിൽ, ഒമേഗന് ഒരു ആരോ മാർക്ക് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒമേഗ മാർക്ക് ചെയ്യേണ്ടത് ആക്സിസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ആക്സിയൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സിമിലർലി acceleration is equal to alpha cos r. Alright, so നമ്മൾ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. റൊട്ടേഷണൽ മോഷന്റെ വളരെ കുറച്ച് ഭാഗങ്ങളെ ആയിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ടോർക്ക്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആംഗുലാർ മൊമെന്റം. ആ 3 ക്വാണ്ടിറ്റീസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ടോർക്ക്, ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ 3 സാധനങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട സംഭവങ്ങൾ. പിന്നെ റോളിംഗ് മോഷൻ എന്ന് പറയുന്നൊരു ഭാഗം കൂടെ വരും. സോ അത് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. നിങ്ങൾ അടുത്ത എക്സാമിന് ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും. റഷീദ് സാർ.